കാലത്ത് ഇതുവരെ വിമർശിക്കാതെ പലതും പതുക്കെ പറഞ്ഞും മറ്റിടങ്ങളിൽ പറഞ്ഞും അങ്ങനെയൊക്കെ അമർഷം കടിച്ചമർത്തിയിരുന്ന ആളുകൾ രഹസ്യമായി പ്രതികരിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് CPIM-നുള്ളിൽ നമ്മൾ കാണുന്നുണ്ട്. ആ വിമർശനത്തിൽ നന്നായില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇനി CPIM എന്ന് പറയുന്നത് വളരെ അപ്രസക്തമാവുകയും ആ ഒരു പാർട്ടി നാശോന്മുഖമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അത് ബംഗാളിലും ത്രിപുരയിലും പാർട്ടിക്ക് നേരിട്ട തിരിച്ചടി, അത് കേരളത്തിൽ സംഭവിക്കരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഇപ്പോഴും നല്ല കമ്മ്യൂണിസ്റ്റായി ജീവിക്കുന്ന ആളുകൾ തന്നെയാണ് അത് പറഞ്ഞത് എന്നുള്ളതും ഒരു മാറ്റത്തിന്റെ തുടക്കമായി വേണം നമ്മൾ കാണാൻ. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് എങ്ങനെയാണ് ജനങ്ങളോട് ഇടപെട്ടത്, രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തേക്ക് വരുമ്പോൾ രണ്ടാമത്തെ മാൻഡേറ്റ് കിട്ടുമ്പോൾ കുറച്ചുകൂടി അഹങ്കാരം കൂടുകയാണ്, സംസാര ശൈലി മാറുകയാണ്, മര്യാദ മറക്കുകയാണ്. അതിനെതിരെയാണ് ഇപ്പോൾ അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അത് ഓരോ ജില്ല, പത്തനംതിട്ട ആയാലും എറണാകുളം ആയാലും കണ്ണൂരായാലും പലതരത്തിൽ പല കാര്യങ്ങളിലാണ് വിമർശനം എങ്കിൽ പോലും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് എങ്ങനെയാണ് ജനങ്ങളോട് ഇടപെട്ടത്, രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തേക്ക് വരുമ്പോൾ രണ്ടാമത്തെ മാൻഡേറ്റ് കിട്ടുമ്പോൾ കുറച്ചുകൂടി അഹങ്കാരം കൂടുകയാണ്, സംസാര ശൈലി മാറുകയാണ്, മര്യാദ മറക്കുകയാണ്. അതിനെതിരെയാണ് ഇപ്പോൾ അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അത് ജനം കൊടുത്ത തിരിച്ചടി എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. പാർട്ടിയുടെ താഴെ തട്ട് മുതൽ ഉള്ള എല്ലാവരും തിരിച്ചറിയുകയാണ്. എവിടെയാണ് നിയന്ത്രണം, ഓരോ നേതാക്കളും എന്തൊക്കെയാണ് പറയുന്നത്. EP ജയരാജന് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച എന്ന് പറയുന്നത് വളരെ നിസ്സാരം എന്ന മട്ടിൽ അവതരിപ്പിക്കാൻ പോലും കഴിയുകയാണ്. അതിനെതിരെ കൃത്യമായ ഒരു വിശദീകരണത്തിലേക്ക് പോകുന്നതോ നടപടിയിലേക്ക് കടക്കുന്നതോ സംഭവിക്കുന്നില്ല എന്നുള്ളതും പല നേതാക്കളെയും അതൃപ്തരാക്കുന്നുണ്ട്. അതിലെ അതൃപ്തി അവർ പരസ്യമായി പാർട്ടി യോഗങ്ങളിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ്. ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ EP ജയരാജന്റെ മാത്രമല്ല AK ബാലനെയും വിമർശിക്കുന്നുണ്ട്. എറണാകുളം കമ്മിറ്റിയിലൊക്കെ AK ബാലനെയും വിമർശിക്കുന്നുണ്ട്. പിന്നെ മൈക്കൊന്നു കൂവിയതിന് എങ്ങനെയാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് എന്നുള്ളത് നമ്മളും ചർച്ച ചെയ്തതാണല്ലോ. അത് പാർട്ടിയും ചർച്ച ചെയ്യുകയാണ്. പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ ശൈലി മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ പാർട്ടി മൊത്തത്തിൽ തവിടുപൊടിയാകും എന്നുള്ളത് അംഗങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളത് നല്ല കാര്യം. പക്ഷെ ആ തിരിച്ചറിവുണ്ടായിട്ടും കാര്യമില്ല. ജനത്തിന് ഏറെക്കുറെ ഈ പാർട്ടിയെക്കുറിച്ച് നന്നായി മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ കണ്ണൂർ നേതാക്കൾ തിരുത്തണം, കണ്ണൂർ നേതാക്കളുടെ ശൈലി മാറണം, എന്നാൽ മാത്രമേ ഈ പാർട്ടിക്ക് രക്ഷയുള്ളൂ. ഈ പാർട്ടിക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ മതി. രക്ഷപ്പെടണം എന്ന് ജനങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇങ്ങനെയാണെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് ജനങ്ങൾ തീരുമാനിച്ചു തുടങ്ങിയിരിക്കുകയാണ്. പല ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും ഉയർന്നു വന്നത് വീണ വിജയനാണ്. മകൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ മുഖ്യമന്ത്രി പാലിച്ച മൗനം, അത് പാർട്ടി ഘടകങ്ങൾ എല്ലാവരും കൂടി 2 കമ്പനികൾ തമ്മിലുള്ള കരാറാണ്, ആ കരാർ എന്ന രീതിയിൽ അതിനെ കണ്ടാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അത് അതേപടി വിഴുങ്ങാൻ ജനം തയ്യാറായില്ല എന്നത് ഇപ്പോൾ പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് ജില്ലാ യോഗങ്ങളിൽ നേതാക്കൾ പറയുന്നത്, മകൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ കോടിയേരിയുടെ മാതൃക എന്തുകൊണ്ട് പിണറായി വിജയൻ കാണിച്ചില്ല? ജനങ്ങളല്ല, പാർട്ടിയിലുള്ളവരാണ് ചോദിക്കുന്നത്. അപ്പോൾ ജനത്തിനും അതേ ചോദ്യം ഉണ്ടായിരുന്നു. അതവർ അവരുടെ വോട്ടിലൂടെ മറുപടി കൊടുത്തു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ മുഖ്യ കാരണങ്ങളിൽ ഒന്ന് ഈ മകൾക്കെതിരായ ആരോപണങ്ങളായിരുന്നു. വിശ്വസനീയമായ ഒരു മറുപടി സമൂഹ മാധ്യമങ്ങളിലൂടെയോ വാർത്താ സമ്മേളനങ്ങളിലൂടെയോ ഏതെങ്കിലും രീതിയിൽ മുഖ്യമന്ത്രിക്ക് കൊടുക്കാമായിരുന്നു. അതിന് അദ്ദേഹം തയ്യാറായില്ല. ആ തയ്യാറാകാത്തതിന്റെ ഒറ്റ വാക്കാണ് ധാർഷ്ട്യം. എനിക്കെന്തുമാകാം, ഞാൻ മറുപടി പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ജനത്തിന് ഇതു മതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ശൈലി ജനം നിരാകരിച്ചു. ചെടിച്ചട്ടി കൊണ്ടുള്ള രക്ഷാപ്രവർത്തനത്തെ, അതിനെ ജീവൻ രക്ഷാപ്രവർത്തനം എന്നുള്ള മുഖ്യമന്ത്രിയുടെ ആ ഒരു ടെർമിനോളജി പ്രയോഗിച്ചത് തന്നെ ജനങ്ങളിൽ നിന്ന് പാർട്ടിയെ അകറ്റിയിട്ടുണ്ട്. അതായത് അതിക്രമം നടന്നാൽ തല തല്ലിപ്പൊട്ടിച്ചത് യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെതാണെങ്കിലും തല്ലിപ്പൊട്ടിച്ചവനാണ് അക്രമി, അല്ലാതെ തല്ലുകൊണ്ട് താഴെ കിടന്നവനല്ല. തല്ലുകൊണ്ട് താഴെ കിടന്നവനെ നീ എന്തിനാടാ ഇങ്ങോട്ട് വന്ന് ചാടിയത് എന്ന് ചോദിച്ചുകൊണ്ട് ഈ തല്ലിയവനെ ജീവൻ രക്ഷാപ്രവർത്തകനാക്കിയ പിണറായി ശൈലി ശരിയായില്ല. അത് ജനം പറയുന്നു, പാർട്ടി അംഗങ്ങൾ പറയുന്നു. അതുകൊണ്ട് എല്ലാത്തിനും ഒരു മര്യാദ വേണം എന്ന് ജനവും പാർട്ടിയും പറയുകയാണ്. പാർട്ടി കമ്മിറ്റിയിൽ പഠിപ്പിക്കുന്ന, അതായത് തത്വാധിഷ്ഠിത മൂല്യാധിഷ്ഠിത പ്രത്യയശാസ്ത്രം കൃത്യമായി പഠിപ്പിക്കുന്ന നല്ല നേതാവാണ് MV ഗോവിന്ദൻ. അത് അംഗീകരിക്കുന്നു. പക്ഷേ ഒരു പാർട്ടി സെക്രട്ടറിയുടെ ശൈലി അതല്ല വേണ്ടത് എന്ന് അണികളും നേതാക്കളും ഒക്കെ പറയുമ്പോൾ ആ ശൈലി മാറ്റാൻ MV ഗോവിന്ദൻ മാസ്റ്ററും തയ്യാറാകണം.